ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി ഇന്ത്യയിലെ നിരത്തുകളിൽ ബ്രിട്ടന്റെ റോൾസ് റോയ്സും ജാഗ്വറും എന്താ പറയുക, സാധാരണക്കാരന്റെ കയ്യിൽ വരെ എത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കരാറിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. ആ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് 70,000 കോടിയുടെ ഡീൽ ആണ് വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് ആഡംബരങ്ങൾ ഇന്ത്യയിൽ പറന്നിറങ്ങുമെന്നാണ് നമുക്കിനി അറിയാൻ കഴിയുന്നത്. നോക്കുന്നിടത്തെല്ലാം ജാഗ്വറും ലാൻഡ് റോവറും നിറയും. ഇന്ത്യയിലെ സാധാരണക്കാരുടെ പണം പോലും ബ്രിട്ടനിലേക്ക് ഒഴുകും. ഇന്ത്യൻ തുണിയും ചെമ്മീനും മരുന്നുകളും UK-യിലേക്കും പോകും. കൊടുത്തും വാങ്ങിയും പരസ്പരം കൈകോർക്കുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ലഭിക്കുക. ആനയും സിംഹവും ഒന്നിച്ച് നടന്നു തുടങ്ങുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, അതായത് ഇന്ത്യ പറയുന്നത് സാവധാനം നടന്നു നീങ്ങുന്ന ആന എന്നാണ് സാമ്പത്തിക ശക്തിയിലെ. അപ്പോൾ ലോകത്ത് പതിറ്റാണ്ടുകളായി സാമ്പത്തിക ലോകമാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ത്യൻ വിപണിയുടെ ഭീമാകാര വലിപ്പവും വേഗത്തിലെടുത്ത് ചാടി തീരുമാനമെടുക്കാതെ സശ്രദ്ധം വിപണിയെ നിരീക്ഷിച്ച് ക്ഷമയോടെ മുന്നോട്ട് പോകുന്നത് കാട്ടിലെ കരിവീരനെ പോലെ ആണെന്നത് വെറും ഉപമയല്ല, മറിച്ച് ഇന്ത്യൻ വിപണിയുടെ സ്വഭാവം കൂടിയാണ്. എന്നാൽ ലോകത്തെ വൻ ശക്തി രാഷ്ട്രമായ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉപമ കൊണ്ട് സാധാരണ വിശേഷിപ്പിക്കാറില്ല. എന്നാൽ കായിക ലോകത്തും മറ്റും സിംഹം എന്ന വിശേഷണമാണ് ബ്രിട്ടനൊപ്പമുള്ളത്. ഇത് കടമെടുത്താൽ ആനയും സിംഹവും ചേർന്നാൽ അവരെക്കാൾ കരുത്ത് ആർക്കുണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് ശക്തരിൽ ശക്തരായ രണ്ടുപേർ ഒന്നിച്ചാൽ അവർക്കൊപ്പം എത്താൻ ആർക്കുമാകില്ല. ഇനി മുതൽ ഒന്നിച്ച് നടക്കാൻ തയ്യാറാകുന്ന ആനയും സിംഹത്തെയും ആരാകും പേടിക്കാതിരിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ സാമ്പത്തിക ലോകത്തെ പ്രധാന ചോദ്യമായി മാറുന്നത്. മറ്റ് രാജ്യങ്ങളൊക്കെ അസൂയയോടെയാണ് ഈ ഒരു കൂട്ടുകെട്ടിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. എങ്കിലും കുറുനരി രാഷ്ട്രങ്ങൾ ഈ കരുത്തന്മാരുടെ കൂട്ടുകെട്ടിൽ അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ടെങ്കിലും ഇന്നലെ ഒപ്പുവെച്ച കരാറിൽ നിന്ന് പിന്നോക്കം പോവുക ഇനിയൊരു സാധ്യതയില്ലാത്ത കാര്യം കൂടിയാണ്. ഏകദേശം 70,000 കോടി രൂപയുടെ വാണിജ്യ കരാറിൻ്റെ നേട്ടമാണ് ഇന്ത്യക്കും ബ്രിട്ടനും ലഭിക്കാൻ ഒരുങ്ങുന്നത്. ഇരു രാജ്യങ്ങളിലും ആയിരക്കണക്കിന് തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്നത് മുന്നോട്ടുള്ള കുതിപ്പിൽ ഇരു രാജ്യങ്ങൾക്കും നേട്ടമായി മാറുകയും ചെയ്യും. ഇന്ത്യയും ബ്രിട്ടനും മികവ് കാട്ടുന്ന മേഖലയിൽ നിന്നുള്ള മെച്ചം കരാറിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണകരമായി മാറും. സാമ്പത്തിക നേട്ടത്തേക്കാൾ ഭൗതികമായ അനുഭവമായി മാറുമെന്നതാണ് ഈ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 3 വർഷത്തോളം ഈ മാറ്റം പൂർണ്ണമാകാൻ വേണ്ടി വരുമെന്നുള്ളതാണ്. അതായത് ബ്രിട്ടനും ഇന്ത്യയും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് നേരിടും മുൻപ് വ്യാപാര കരാറിൻ്റെ ഗുണം കണ്ടു തുടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ബ്രിട്ടൻ്റെ ഐതിഹാസിക ചിഹ്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജാഗ്വർ ലാൻഡ് റോവർ 1.5 പതിറ്റാണ്ട് മുൻപ് തന്നെ ഇന്ത്യൻ കുത്തകയായ ടാറ്റ സ്വന്തമാക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ വിപണിയിലെത്തിയെങ്കിലും ഇപ്പോൾ കാറുകളുടെ ഇറക്കുമതി നികുതി കുത്തനെ ഇടിയുമ്പോൾ ബ്രിട്ടനിൽ നിന്നും ജാഗ്വാറും ലാൻഡ് റോവറും റേഞ്ച് റോവറും മാത്രമല്ല, ബ്രിട്ടൻ്റെ സ്വന്തം മിനി കൂപ്പറും ഓസ്റ്റിൻ മാർട്ടിനും റോൾസ് റോയ്സും ബെൻലിയും ഒക്കെ ഇന്ത്യൻ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും ഇനി കാണാൻ പ്രയാസം ഉണ്ടാകില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നികുതി കുറച്ചുകൊണ്ട് വില കുറയുന്നർത്ഥം. തീർച്ചയായിട്ടും ഇന്ത്യയിൽ സമ്പന്നർ ഗ്രാമങ്ങളിലും ഉണ്ടെന്നതും വിദേശ നിർമ്മിത കാറുകളുടെ വില കുത്തനെ ഇടിയുമ്പോൾ അവ വാങ്ങാൻ ശേഷിയുള്ളവരുടെ എണ്ണം കുത്തനെ ഉയരുമെന്നതുമാകാം ഇനി ഇന്ത്യ കാണാൻ പോകുന്ന മറ്റൊരു മാറ്റം. അതോടൊപ്പം തന്നെ സാങ്കേതിക മികവിൽ ബ്രിട്ടൻ്റെ മുൻനിര ഉൽപ്പന്നങ്ങളെല്ലാം ഇത്തരത്തിൽ ഇന്ത്യൻ വിപണി തേടിയെത്തും. ഇലക്ട്രിക് വാഹന വിപണിയിലും ഡ്രൈവർ ആവശ്യമില്ലാത്ത നിയന്ത്രിത മോഡൽ വാഹനങ്ങളുമൊക്കെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തും. മദ്യപാനത്തിൽ ലോകത്തെ വലിയ വിപണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് ബ്രിട്ടനിലെ സ്കോച്ച് വിസ്കി എത്തുമ്പോൾ അതിൻ്റെ വില ഇനി മുതൽ മദ്യപാനികളെ ഞെട്ടിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായി സ്കോച്ച് വിസ്കി പണം നൽകി വാങ്ങിക്കഴിക്കാൻ ജനലക്ഷങ്ങൾ കാത്തിരിക്കുമ്പോൾ അത് ബ്രിട്ടീഷ് സ്കോച്ച് വ്യവസായത്തിന് നൽകുന്ന ഉണർവ് പ്രവചനാതീതമായിരിക്കും. സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പോലും പണം ബ്രിട്ടനിലേക്ക് ഒഴുകിയാലും അതിൽ അതിശയോക്തി സങ്കല്പിക്കേണ്ട കാര്യമില്ല. ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള കരാറിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ജനങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം സംഭവിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തിരികെ ബ്രിട്ടനിൽ സാധാരണക്കാർക്കാകും കൂടുതൽ നേട്ടമുണ്ടാവുക. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ തുണിത്തരങ്ങൾ നികുതി കുറവിൽ ബ്രിട്ടനിലെത്തുന്നതിന് സമാനമായി ഇന്ത്യയിൽ നിന്നും മികവുള്ള കോട്ടൺ തുണിത്തരങ്ങൾ ബ്രിട്ടീഷുകാരെ തേടിയെത്തും. ബ്രെക്സിറ്റിനെ തുടർന്ന് കടുത്ത മത്സ്യക്ഷാമം നേരിടുന്ന ബ്രിട്ടീഷ് വിപണിയിൽ ഇന്ത്യൻ ചെമ്മീനും മറ്റും കൂടുതലായി എത്തുമ്പോൾ അതിൻ്റെ ഗുണം ഇന്ത്യയിലെ മത്സ്യകർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ലഭിക്കാതിരിക്കില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ആഭരണ വ്യവസായത്തിൽ നിക്ഷേപം നടത്തിയവർക്കും വലിയ വില നൽകി വാങ്ങാൻ ശേഷിയുള്ള ബ്രിട്ടീഷുകാരെ ഉപയോക്താക്കളായി ലഭിക്കുമെന്നതും ഇന്ത്യൻ പക്ഷത്തെ നേട്ടമായി മാറും. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യ സ്വന്തമാക്കിയ നേട്ടം ബ്രിട്ടനും ഇനിയുള്ള കാലം ആശ്രയമായി മാറും. ഇന്ത്യയിൽ കുറഞ്ഞ കൂലിയിൽ മനുഷ്യശേഷി ലഭിക്കുമ്പോൾ അതിൻ്റെ ഗുണം വിലക്കുറവായി ബ്രിട്ടനിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. ചരക്ക് ഗതാഗതത്തിൻ്റെ കൂലി മാത്രം ഈടാക്കുമ്പോൾ വിദേശ നിർമ്മിത വസ്തുക്കൾ ഇരു രാജ്യത്തിലും പ്രാപ്യമായ നിലയിൽ തന്നെ ജനങ്ങളെ തേടിയെത്തുമെന്നാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ. ബ്രിട്ടൻ്റെ വാതിലുകൾ ബിസിനസ് ആകർഷിക്കാൻ തുറന്നിട്ടിരിക്കുകയാണെന്ന പരസ്യ പ്രഖ്യാപനം കൂടിയാണ് ഈ ഡീൽ എന്നാണ് ഒപ്പിട്ട ശേഷം പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഇന്ത്യയിലും ബ്രിട്ടനിലുമുള്ള കമ്പനികളെ പരസ്പരം ഇരു രാജ്യങ്ങളിലും കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കാൻ ഓഫീസുകളും
പ്രവർത്തന കേന്ദ്രങ്ങളും തുടങ്ങാനാകും. ഇതുവഴി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരവും സൃഷ്ടിക്കപ്പെടും. ഇത് വെറും കച്ചവട കരാർ മാത്രമല്ല, ഉഭയകക്ഷി ബന്ധങ്ങളിൽ പോലും പുതിയ ശാക്തിക ക്രമം സൃഷ്ടിക്കുകയാണ് എന്നും സ്റ്റാർമാർ പറയുന്നത് ആവേശഭരിതമായാണ്. മുൻ ലേബർ സർക്കാരുകൾ കാണിച്ചിട്ടില്ലാത്ത പ്രതിപത്തി ഇപ്പോൾ ഇന്ത്യയോട് കാണിക്കാൻ സ്റ്റാർമാർ തയ്യാറാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇരു രാജ്യങ്ങളുടെ അഭിവൃദ്ധി പങ്കുവയ്ക്കുന്ന ബ്ലൂ പ്രിൻ്റായി ഈ കരാർ മാറുമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാർ ഒപ്പിട്ട ശേഷം വ്യക്തമാക്കിയത്. ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി തീരുവ വെറും 3% എന്നത് ബ്രിട്ടീഷ് ഉൽപ്പാദകർക്ക് ഇന്ത്യ എന്ന പറുദീസ തുറന്നു കിട്ടുന്നതിന് സമാനമാണ്. ജീൻ, സ്കോച്ച് എന്നിവ മാത്രമല്ല, ബ്രിട്ടീഷ് കുക്കീസും ബിസ്ക്കറ്റും ഒക്കെ ഇനി ഇന്ത്യയെ തേടിയെത്തും. ഇത് ചെറിയൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിനൊപ്പം പ്രതിരോധം, വിദ്യാഭ്യാസം, കാലാവസ്ഥ, സാങ്കേതിക വിദ്യ, നവീകരണം എന്നീ രംഗങ്ങളിലൊക്കെ തുറന്ന സഹകരണം കൂടി ഈ കരാറിൻ്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് 14 തവണയായി വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തതും. കുറ്റവാളികളെ കൈമാറ്റവും നിയമരംഗത്തെ സഹകരണവും ഒക്കെ കൂടുതൽ ശക്തിപ്പെടുമ്പോൾ വിജയ് മല്യയെ പോലെയുള്ള സാമ്പത്തിക കുറ്റവാളികൾക്ക് ഇനി രക്ഷപ്പെട്ട് ഓടുവാൻ വേറെ നാട് നോക്കേണ്ടി വരുമെന്നതും പ്രധാനമാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ചേരുമ്പോൾ ഇവിടെ നടക്കുന്നത് മറ്റു രാജ്യങ്ങൾക്ക് അസൂയ ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം അത്രയധികം നേട്ടങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാവുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കുക, ഇവിടുത്തെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടേക്ക് പോവുക. അപ്പോൾ ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടം, അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ, രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും. സാമ്പത്തികമായിട്ട് ഇപ്പം നമുക്ക് ഒരു കാറ് പോകുന്ന കാണുമ്പോൾ ആ കാറ് വാങ്ങിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും, സാമ്പത്തികം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അത്രയും സാമ്പത്തികം, ആ കാറ് വാങ്ങിക്കാൻ മാത്രമുള്ള സാമ്പത്തികം പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഈ കാറിൻ്റെയൊക്കെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന വലിയ നികുതിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടുത്തെ കാറുകൾക്കൊക്കെ വലിയ വില നൽകേണ്ടി വരുന്നത്. നമ്മൾ പല സാധനങ്ങളും ഗൾഫിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ അതിന് വില കുറവാണ്, ഇവിടെ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പലരോടും പറയാറുണ്ട്. അതിൻ്റെ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറക്കുമതി ആകുമ്പോൾ ഉണ്ടാകുന്ന നികുതി വർധനവാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താ പറയുക, ഒരു ആശ്വാസം കിട്ടും എന്നാണ് നമുക്ക് ഇതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ പല സാധനങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്കോച്ച് വിസ്കി, അത് കഴിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. പക്ഷേ സാഹചര്യം കൊണ്ട് ഇത്രയും വില കൊടുത്തിട്ട് കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും ഇനി വരുന്ന ആളുകളിൽ ഈ ബ്രിട്ടനുമായിട്ടുള്ള കരാറ് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അവിടെ നിന്നും യഥേഷ്ടം സാധനങ്ങളും ഈ പറഞ്ഞ കാറുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും അങ്ങനെയുള്ള ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന, അതായത് ബ്രിട്ടൻ അറിയാം ഇന്ത്യയിൽ എന്തൊക്കെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ പറ്റും, അവിടെ ചിലവാകും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടനിലെ ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കും ഇനിയിപ്പോൾ ആ കരാർ കൊണ്ട് ഗുണം ഉണ്ടാവുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ടൗണുകളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലൊക്കെ മിനി കൂപ്പറും ലാൻഡ് റോവറും റോൾസ് റോയ്സും ഒക്കെ പറന്നു നടക്കും. ആ കാറുകളിലൊക്കെ സാധാരണക്കാരന് കൂടി കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും ഈ വലിയ അതിസമ്പന്നന്മാരുടെ കുത്തകം ആയിരുന്ന ചില കാര്യങ്ങൾ സാധാരണക്കാരന് കൂടി പ്രാപ്യമാകുന്ന രീതിയിലേക്ക് ഈ കരാർ ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.